നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിൽ 2 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ സൈന്യം വധിച്ചു. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ 2 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് ഏറ്റുമുട്ടലിൽ സൈന്യം വധിച്ചത്. ഷോപ്പിയാൻ ജില്ലയിലെ റാവൽപുര നിവാസിയായ ആബിദ് വഗായ്, ആംഷേപുര നിവാസിയായ ഷാജഹാൻ മീർ തുടങ്ങിയവരാണ് കൊല്ലപ്പെട്ട ഭീകരർ. പൊതുജനങ്ങൾക്കും സുരക്ഷാ സേനയ്ക്കും ഒരുപോലെ ഭീഷണിയായിരുന്നു കൊല്ലപ്പെട്ട ഭീകരവാദികൾ. പലരെയും തട്ടിക്കൊണ്ടുപോയവരും കൊടും ഭീകരരെയുമാണ് സൈന്യം ഇപ്പോൾ വധിച്ചത്. കഴിഞ്ഞ വർഷം ബാദ്ഖണ്ഡിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ബൽവന്ത് സിംഗ്, കപ്രാനിലെ നിസാർ അഹമ്മദ്, ബാദ്ഖണ്ഡിലെ ഫിർദൌസ് അഹമ്മദ് തുടങ്ങിയവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയവരായിരുന്നു ഇവരെന്ന് പോലീസ് പറഞ്ഞു. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തു നിന്നും നിരവധി ആയുധങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. തിരച്ചിൽ ആരംഭിച്ചപ്പോൾ തന്നെ ഭീകരവാദികൾ ഒളിഞ്ഞിരുന്നു സൈന്യത്തിന് നേരെ നിറയൊഴിക്കുകയായിരുന്നു. സുരക്ഷാ സേന അതിവേഗം തിരിച്ചടിക്കുകയും 2 ഭീകരവാദികൾ തൽക്ഷണം വധിക്കപ്പെടുകയുമായിരുന്നു. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ 40 CRPF ജവാന്മാരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിൽ ആക്രമണം നടത്തിയതിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയായിരുന്നു. ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ ആക്രമണം നടത്തിയ ഉത്തരവാദിത്വം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തിരുന്നു. ISIയുടെ പിന്തുണയോടെ രൂപം കൊണ്ട സംഘടനയാണ് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന. ജമ്മു കാശ്മീരിൽ ലഷ്കർ-ഇ-തോയ്ബയുടെ കാലിടറിയതോടെ മസൂദ് അസർ നേതൃത്വം നൽകുന്ന JEM-നെയാണ് ഭീകരാക്രമണങ്ങൾക്ക് ISI ആശ്രയിക്കുന്നതെന്നാണ് രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ പറയുന്നത്. പുൽവാമ ഭീകരാക്രമണം നടത്തിയതിനു പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന മാത്രമല്ല, ഇന്ത്യക്കാരെ ഭീതിയിലാക്കി ഈ ദുരന്തമുണ്ടാക്കിയത് പാകിസ്ഥാനായിരുന്നു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ പങ്ക് വ്യക്തമാക്കി അമേരിക്ക അന്ന് വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ISIയുടെ അറിവോടെയാകും ഭീകരാക്രമണം എന്ന വിലയിരുത്തലിൽ വിദഗ്ധരെത്തിയത്. ISI ഭീകര സംഘടനയാണ് കശ്മീരിൽ അതിർത്തി കടത്തി 3.5 കിൻഡൽ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു കൊടുത്തതെന്ന് അമേരിക്ക കണ്ടെത്തിയിരുന്നു. കാശ്മീർ സ്ഫോടനത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അമേരിക്ക ഇന്റലിജൻസിനും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിക്കും ലഭിച്ചിരുന്നു. ഇത് ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.